കൂട്ടുകാരെ, നമ്മുടെ മംഗലാപുരം മൂരുവെണ്ട നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ആ വെണ്ടക്കായ ഞാൻ അവിടെ നിർത്തിയേക്ക് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇത് അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും വിത്ത് തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മംഗലാപുരം മൂരുവെണ്ടേൻ്റെ വിത്ത് നിങ്ങൾക്ക് തരാമെന്നുള്ളത്. അതിനുവേണ്ടി ആദ്യത്തെ വെണ്ട ഒക്കെ ഞാൻ നിർത്തുന്നത് അവർ പറഞ്ഞ മാതിരി കറക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എങ്കിലേ അവർ പറഞ്ഞത് ഒരു കടയിൽ നിന്ന് 3.5 കിലോ വെണ്ടാന്നാണ് അവർ പറയുന്നത്, വീഡിയോയിലൊക്കെ പറയണത്, അവകാശപ്പെടുന്നത്. എനിക്കൊന്ന് ഏറെക്കുറെ അത് കറക്റ്റ് അതുകൊണ്ട് കണ്ടത്. അതുപോലെ എല്ലാ ഏണിലും ഇങ്ങനെ അടുപ്പിച്ച് വെണ്ടക്കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ കറക്റ്റാകാൻ വഴിയുണ്ട്. ഇതിൻ്റെ അടിയിലത്തെ ശിഖരങ്ങൾ അടിയിലേക്ക് വന്നിട്ടുണ്ട്, അടിയിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ വല്ല ഈ മണ്ണിൽ നിന്നും കണ്ട ഇതൊന്നും കയറണം എന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ ശിഖരങ്ങൾ ഞാൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ അടിയിലേക്കുള്ളത് വെട്ടിക്കളഞ്ഞു. ഒരു പരീക്ഷണത്തിന് വെട്ടാണ്ട് 2-3 വെച്ചിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വലിയ രീതിയിൽ അതിൻ്റെ കമ്പുകൾ വന്നിട്ട് അതും കൂടി ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആ വെട്ടിക്കളഞ്ഞ് വിഡ്ഢിത്തരായോന്നറിയില്ല. പക്ഷേ ഈ മണ്ണിൽ നിന്നുള്ള ഈ അണുക്കളൊന്നും അതിൽ കയറാണ്ടിരിക്കാൻ അത് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞത്. എന്തായാലും സംഗതി പിടിച്ചു, നല്ല റിസൾട്ട് ഉണ്ട്. കാരണം നല്ല നീളമുണ്ട്, അതുപോലെ പിടിക്കുന്നുണ്ട് ഓരോ എണ്ണിലും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിത്ത് തരാമെന്ന് പറഞ്ഞാൽ തരാം കേട്ടോ. എന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ വേണ്ടത് ഞാൻ പൊട്ടിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ വിശേഷം.